മൂന്നാറിലെ തണുത്ത കാറ്റേറ്റ് തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പിലൂടെ ഒരു യാത്ര പോകാത്തവരായി ആരുമുണ്ടാകില്ല. എന്നാൽ ഈ അടുത്ത കാലത്തായി സഞ്ചാരികളുടെ ഇടയിൽ മൂന്നാറിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരിടമുണ്ട്. അതാണ് ഗ്യാപ് റോഡ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ഈ റോഡ് വെറും ഒരു സഞ്ചാരപാതയല്ല, മറിച്ച് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വിസ്മയമാണ്. മൂന്നാർ ടൗണിൽ നിന്നും ദേവികുളം വഴി ഏകദേശം 12 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് ഗ്യാപ് റോഡ് ആരംഭിക്കുന്നത്. കൂറ്റൻ പാറക്കൂട്ടങ്ങൾ തുരന്നുണ്ടാക്കിയ വിശാലമായ പാതയിലൂടെയുള്ള യാത്ര വിദേശ രാജ്യങ്ങളിലെ ഏതെങ്കിലും ഹൈവേയിലൂടെ പോകുന്ന അനുഭൂതിയാണ് നൽകുന്നത്. ഒരു വശത്ത് തലയുയർത്തി നിൽക്കുന്ന കരിമ്പാറക്കൂട്ടങ്ങളും മറുഭാഗത്ത് അഗാധമായ താഴ്വരകളും തേയിലത്തോട്ടങ്ങളുമാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. ഈ യാത്രയുടെ ഹൈലൈറ്റ് എന്നത് നിമിഷനേരം കൊണ്ട് മാറുന്ന കാലാവസ്ഥയാണ്. ഒരു നിമിഷം നല്ല തെളിഞ്ഞ വെയിലാണെങ്കിൽ അടുത്ത നിമിഷം കനത്ത കോടമഞ്ഞ് വന്ന് റോഡിനെ മുഴുവൻ മൂടിക്കളയും. മൂടൽമഞ്ഞ് മെല്ലെ നീങ്ങുമ്പോൾ താഴെ പച്ചപ്പെട്ട് വിരിച്ചതുപോലെ തേയിലത്തോട്ടങ്ങളും അതിനു നടുവിൽ വെള്ളിക്കൊലുസിട്ട പോലെ ആനയിറങ്കൽ തടാകവും തെളിഞ്ഞു വരുന്നത് കാണാൻ തന്നെ പ്രത്യേക ചന്തമാണ്. ഫോട്ടോഗ്രഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലും മികച്ചൊരു ലൊക്കേഷൻ മൂന്നാറിൽ വേറെ കിട്ടാനില്ല. റോഡിന്റെ വശങ്ങളിൽ വാഹനം നിർത്തി മേഘങ്ങളെ തൊട്ടുനിൽക്കുന്ന മലനിരകളുടെ പശ്ചാത്തലത്തിൽ ഫോട്ടോകൾ എടുക്കാൻ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. കാണാൻ സുന്ദരമാണെങ്കിലും ഗ്യാപ് റോഡ് അല്പം അപകടകാരിയുമാണ്. മഴക്കാലത്ത് ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണ്. വലിയ പാറക്കൂട്ടങ്ങൾ റോഡിലേക്ക് പതിക്കാൻ സാധ്യതയുള്ളതിനാൽ മഴയുള്ളപ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. വീതിയുള്ള റോഡാണെങ്കിലും വളവുകളിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക. കനത്ത മഞ്ഞുള്ളപ്പോൾ ഹെഡ്ലൈറ്റുകൾ തെളിയിച്ച് പതുക്കെ വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കണം. മൂന്നാറിലെ തിരക്കുകളിൽ നിന്നും മാറി ശാന്തമായ പ്രകൃതിയെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഗ്യാപ് റോഡ് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം. ഓരോ വളവിലും വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ പാതയിലൂടെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്താൽ ആ കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായുകയില്ല.